ഹായോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ ഹൈപ്പും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഒന്ന് ഇട്ടിട്ട്, അപ്പോൾ ഇന്നാണൊന്ന് അതിന് പറ്റിയത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഒരാഴ്ചയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ വേറൊന്നുമല്ല, മടിയാണ് കേട്ടോ. അതാണ് പ്രശ്നം, മെയിൻ പ്രശ്നം മടി. അപ്പോൾ ആദ്യത്തെ പോലൊന്നും വീഡിയോ എടുക്കാനോ ഇടാനോ ഒന്നിനും തോന്നണില്ല കേട്ടോ. ഇപ്പോൾ അധികം റീൽസിന്മേ കൂടിയിരിക്കണം എല്ലാവരും അല്ലേ, റീലാണ് ഇപ്പോൾ മെയിൻ. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞാനും കാക്കും കൂടി നമ്മളെ ടെറസിൻ്റെ മുകളിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് തൈകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ, അപ്പോൾ അതൊക്കെ ഒന്ന് ഉഷാറായിട്ട് തന്നെ വളരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇപ്പോൾ വേനൽ ചൂട് കൂടുതലല്ലേ, അപ്പോൾ ഫുൾ നല്ല മെയിൻറ്റെയിൻ ചെയ്ത് പോകണം കേട്ടോ. വെള്ളമായിട്ടും വളമായിട്ടും ഒക്കെ നമ്മൾ നല്ല നമ്മളെങ്ങനെ നമ്മളെ ശരീരം നോക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള തൈകളോടും പ്രാണികളോടും എല്ലാ ജീവജാലങ്ങളോടും നമ്മളതുപോലെ നമ്മൾ കെയർ ചെയ്യുന്ന പോലെ അവരെയും കെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വളപ്പൊടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മളെ ഇളയിച്ച് അവളെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന് തന്നതാണ്. അപ്പോൾ 2 ദിവസം മുന്നേ നമുക്ക് 2 മഴയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മഴ കിട്ടിയപ്പോൾ ഒന്ന് മണ്ണൊക്കെ നല്ല സോഫ്റ്റായി ഇളകി കിടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് എല്ലാത്തിൻ്റെയും സൈഡിൽ കുറച്ച് വളപ്പൊടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നമ്മളെ മൂച്ചിത്തൈയിൽ പൂവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, പൂത്തിരുന്നു. ഞാനൊരു വീഡിയോയിൽ അതിൻ്റെ വീഡിയോ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചൂട് കാരണമാണ് തോന്നുന്നു കേട്ടോ, ഒക്കെ കരിഞ്ഞു പോയി. അപ്പോൾ അതൊക്കെ ഒന്ന് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് ഞാനിതാ വളം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അതുപോലെ പ്ലാവ് നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. അതുപോലെ അബിയു നമ്മുടെ നെല്ലി ഒക്കെ ഉഷാറാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കായ്ക്കും എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട് കേട്ടോ. വീണ്ടും നമ്മുടെ മൂച്ചിത്തായി പൂവിട്ടിട്ടുണ്ട് കേട്ടോ. അത് ആദ്യത്തേത് കരിഞ്ഞു പോയിട്ട് പിന്നെ രണ്ടാമതും വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എടുത്തത് ഇങ്ങനെ എടുക്കുന്നതിൽ കാണില്ല കേട്ടോ, അപ്പുറത്തെ കൊമ്പിലാണ്. അപ്പോൾ ഇനിയും കുറച്ച് തൈകളൊക്കെ വാങ്ങി കൊടുന്ന് വെക്കണം. അപ്പോൾ ആദ്യത്തെ പോലെ ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല കേട്ടോ. എന്താ വെച്ചാൽ മണ്ണൊക്കെ ഫുള്ളും മേലൊക്കെ കയറ്റി കൊണ്ടുപോയി എല്ലാതും സെറ്റ് ചെയ്യണ്ടേ. പിന്നെ നമുക്ക് വെക്കാനുള്ള ഡ്രമ്മ് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തൈകളൊക്കെ വാങ്ങൽ കുറച്ച് നിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പുറത്ത് എന്തെങ്കിലുമൊക്കെ വെക്കണം. എന്താ വെച്ചാൽ മുറ്റത്തൊക്കെ ഒന്നും ഒരു 10-11 മണിക്ക് ശേഷം മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്രയും ചൂടും വെയിലായിട്ട് ചൂടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ അബിയൊക്കെ നല്ല വലുതായിട്ടുണ്ട് കേട്ടോ. ചെറിയ കുട്ടി തൈ വെച്ചതാണ്. എൻ്റെ ആദ്യത്തെ വീഡിയോസൊക്കെ കണ്ടാൽ അറിയാം എത്ര ഉണ്ടായിരുന്നുള്ളൂ ഒന്നില്ലേ. അപ്പോൾ മണ്ണൊക്കെ തട്ടോ നല്ല ഉറച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇപ്പോൾ നനവുള്ളത് കൊണ്ട് ഇളക്കാനൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചുറ്റും ഭാഗം നല്ലോണം ഒന്ന് കളച്ചെടുക്കുക. അതുപോലെ അതിൻ്റെ ചുറ്റോളം ചെറിയ ചെറിയ വേരുകൾ ഇങ്ങനെ പൊന്തി നിൽക്കണുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം എത്ര കേട്ടോ. ആ വേരുകളൊന്നും അതിന് ആവശ്യമില്ല എത്ര. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ റൗണ്ട് ചുറ്റിയിട്ട് കുറച്ച് വളപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ മോന് ഇട്ടുകൊടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവന് അറപ്പാണ് അത്ര കേട്ടോ ഈ വളപ്പൊടി കയ്യിലെടുക്കാൻ. അപ്പോൾ ഞാനെന്തായാലും ഈ വീഡിയോ എടുത്തോ ഞാൻ ഇട്ടുകൊടുത്തോളൂ പറഞ്ഞിട്ട് അങ്ങനെ സെറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ കയ്യിൽ ചെറിയൊരു മുറി ഉണ്ടായിട്ടോ, പരിക്ക് പറ്റി. അപ്പോൾ എനിക്കത് പിടിച്ചിങ്ങനെ കുത്താൻ പറ്റാത്ത സാഹചര്യം. അപ്പോൾ നമ്മുടെ കാക്കു അവിടെ ഫോൺ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അടുത്തതിൽ നിങ്ങൾ ഇട്ട് കൊടുത്തളേന്ന് പറഞ്ഞിട്ട് കാക്കു അങ്ങനെ ഫോണൊക്കെ അവിടെ വെച്ചിട്ട് റെഡിയാക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ചക്കരക്കിഴങ്ങാണ് കേട്ടോ. അത് വെച്ചിട്ട് ഇപ്പോൾ ഒരു 6 മാസത്തോളം കഴിഞ്ഞു. അതൊന്ന് എടുത്ത് നോക്കണം അതിൽ കിഴങ്ങുണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ആദ്യം നമ്മൾ ചാക്കിൽ നട്ടതിൻ്റെ വള്ളിയായിരുന്നു കേട്ടോ അത്. അപ്പോൾ അത് ഞാൻ കളയാതെ അങ്ങനെ ഒരു പെട്ടിയിൽ കുറച്ച് മണ്ണും വളമൊക്കെ ഇട്ടിട്ട് അത് തന്നെ അങ്ങോട്ട് കിഴങ്ങെടുത്തിട്ട് ബാക്കി വള്ളി അതിൽ വെച്ചതാണ് കേട്ടോ. ചിലപ്പോൾ അതിൽ ഉണ്ടാവും. അങ്ങനെ ടെറസിലെ നമ്മുടെ ചെടികളോടും ഒക്കെ സംസാരിച്ച് അവർക്ക് വേണ്ട ഭക്ഷണം ഫുഡൊക്കെ കൊടുത്ത് വെള്ളവും ഫുഡൊക്കെ കൊടുത്ത് ഇതാട്ടോ. ഇത് പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോ ആണ്. അപ്പോൾ രാവിലത്തെ ചായക്ക് കടി പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ രണ്ടും കൂടി കലർന്നൊരു വീഡിയോ ആണ്. വൈകുന്നേരത്തെ കുറച്ച് വിശേഷം രാവിലത്തെ കേട്ടോ. അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞാൽ മോനും കാക്കും പോവുകയാണ് കേട്ടോ. മോന് അവിടെ ഒരു കടയിൽ വർക്ക് ചെയ്യാൻ പോകുന്നുണ്ട്, കാക്കും പിന്നെ പണിക്കും പോകണം. അപ്പോൾ നമ്മൾ അന്ന് കുപ്പിയിൽ വെച്ച നമ്മുടെ 10 മണി പൂക്കളൊക്കെ കേട്ടോ, നല്ല പൂവല്ല സോറി തൈകളൊക്കെ നല്ല ഉഷാറായി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വലുതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെച്ചന്ന് ചെറിയ ചെറിയ നമ്മൾ പീസല്ലേ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പൂക്കിടുന്ന ചെറിയ കുട്ടി തൈകളൊക്കെ ഒന്ന് തലയുയർത്തി നിൽക്കുന്നുണ്ട്. ഇതിൽ എന്നും കൊടുന്നന്ന് മുതൽ പൂവ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു മുള്ളു ചെടിയിൽ തളിര് ഇടുന്നുണ്ട്. ഇത്
അപകടമാണെന്നാണ് പറയുന്നത് കേട്ടോ. ആ ഒരു ചെടി മുള്ളല്ലേ, അത് കൈ കൊണ്ടാൽ നല്ല കടച്ചിലും വേദനയൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് പുറത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം ഇതാട്ടോ ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുട്ടൊക്കെ കഴിച്ച് തലേ ദിവസത്തെ കുറച്ച് മീൻകറി ഉണ്ടായിരുന്നു, പിന്നെ ചോറും അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് മീൻ പൊരിക്കാനുള്ളതുണ്ട് കേട്ടോ, അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതാ പാനൊക്കെ വെച്ചിട്ടുണ്ട്, ചൂടായി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോസ് ഞാനവിടെ ഒരു റാക്കിൻ്റെ മേലെ നമ്മൾ ഫോൺ വാങ്ങുമ്പോൾ കിട്ടുമല്ലോ ചെറിയൊരു സ്റ്റാൻഡ്, അതിന് കേട്ടോ വെച്ചിട്ടുള്ളത്, നമ്മൾ ട്രൈപോഡിലല്ല. അപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി വേറെ കുറേ പണികളുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം വന്നിട്ടില്ലെന്ന്, വെള്ളത്തിന് ഇപ്പോൾ തന്നെ കുറച്ച് ക്ഷാമം വരലെടുത്തേക്കുന്നു കേട്ടോ. അപ്പോൾ ഒന്നരാടാണ് വെള്ളം വരുന്നത്. പിന്നെ വരുന്ന അന്ന് ഞാൻ കുറേയൊക്കെ പാത്രത്തിൽ പിടിച്ച് വെക്കും. പിന്നെ പിറ്റേ ദിവസം നമ്മൾ കിണറ്റിൽ കുറച്ച് വെള്ളം ഉണ്ടാവുകൊണ്ട് അതൊക്കെ അടിച്ച് സെറ്റാക്കി എടുക്കും കേട്ടോ. അങ്ങനെ ഇതാ മീനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. ചൂരമീനാണ് കേട്ടോ. അപ്പോൾ തലേ ദിവസം രാത്രി കൊടുന്നതാണ്. അപ്പോൾ ഞാൻ രാത്രി കുറച്ച് കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രാവിലെ പുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ചോറിനും കൂടി ഉള്ളതുണ്ട് കേട്ടോ. ഇനി വൈകിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ അതവിടെ വേകട്ടെ. ഇനി നമുക്ക് വേഗം ഒന്ന് തൂത്ത് അടിച്ച് വാരി ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ സിമൻറ്റ് ഇട്ട നിലമല്ലേ, അപ്പോൾ അത് തുടക്കും തോറും നല്ല മിനുസായിട്ട് വരുന്നുണ്ട് കേട്ടോ. ചിലർ പറയും തുടക്കാൻ പറ്റില്ല, അത് അടർന്നിങ്ങനെ പോരുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊന്നുമില്ല, ഡെയിലി തുടക്കുമ്പോൾ നല്ല മിനുസായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഞാനെന്തായാലും ഡെയിലി തുടക്കും. എന്താ വെച്ചാൽ നമുക്ക് ഈ പൊടിയൊക്കെ ആകുമ്പോൾ ഒരു അലർജിയും പ്രശ്നമൊക്കെ ഉള്ളവർക്ക് തീരെ പറ്റില്ല. അപ്പോൾ ഞാനെന്തായാലും ഒന്ന് വെള്ളമൊക്കെ ഒന്ന് അടിച്ച് ഉഷാറാക്കി ഒന്ന് തുടച്ചെടുത്തു. അപ്പോൾ ഇതാ വെള്ളം വന്നിട്ടില്ല, ഡ്രമ്മൊക്കെ കാലിയാണ് കേട്ടോ. ഇനിയിപ്പോൾ നല്ല വെയിൽ വരലെടുത്ത്, ഇപ്പോൾ കുറച്ച് ഒരു വെയിൽ തണലിവിടെ ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ ആ കാണുന്ന വെയിലാവും കേട്ടോ ഇവിടെയൊക്കെ. അപ്പോൾ ഇതാ വേഗം ഞാൻ ചോറൊക്കെ ഒന്ന് ഊറ്റട്ടെ, എന്നിട്ട് വേണം നമുക്ക് വെള്ളം പരിപാടി അലക്കാനുണ്ട് കേട്ടോ. കുറേ അലക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ വേറെ പണി ഒന്നുമില്ല, അലക്കലാണ് ഭയങ്കര ടാസ്ക് കേട്ടോ. അപ്പോൾ അത് വെയിലാകുമ്പോഴത്തേനും അലക്കിയാൽ നമുക്ക് പിന്നെ വെയിലത്തിറങ്ങേണ്ട പ്രശ്നമല്ല. അപ്പോൾ ഇന്ന് കുറച്ച് വൈകിയ കാരണം കുറച്ചൊക്കെ വെയിൽ കൊണ്ടിട്ടോ. പക്ഷേ അലക്കൽ മുടങ്ങി. അലക്കണം എന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഞാൻ അലക്കിയില്ല കേട്ടോ. പിന്നെ വൈകിട്ട് വെയിലൊക്കെ അറിയതിന് ശേഷമാണ് ഞാൻ അലക്കിയത്. അപ്പോൾ എന്തായാലും നമ്മുടെ ചോറും കറിയും പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ തലേ ദിവസത്തെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ കറി വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നമുക്കൊരാശ്വാസമാണ്. അപ്പോൾ ഇതാ കിണറിൻ്റെ അവസ്ഥ ഇതായിട്ടോ, വെള്ളം അടി എത്തിയിട്ടുണ്ട്. പക്ഷേ അത് നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നോക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പം അങ്ങനെ ഞാനിതാ ഡ്രമ്മിലൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ മോനും ഉണ്ട്. അപ്പോൾ വെയിലായി, ഇനിയിപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങേണ്ട കാര്യം നോക്കണ്ട. അങ്ങനെ ഇതാ എല്ലായിടത്തും തുടച്ചു, സിറ്റൗട്ടും കൂടെ ഒന്ന് അടിച്ചു വാരി ഒന്ന് ആ മണ്ണും പൊടിയൊക്കെ ഒന്ന് കളയണം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും.